ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് ഞാനൊരു ഉപകാരമുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇപ്പം നിങ്ങൾ സ്റ്റുഡൻ്റ് അല്ല ആണെങ്കിലും നിങ്ങളിത് ഫുള്ള് കാണുക. സ്റ്റുഡൻ്റ് അല്ലെങ്കിലും നിങ്ങൾക്ക് ബോൺസിനെ പറ്റിയിട്ടൊക്കെ അറിയാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഫാർമസി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടികൾ, അതേപോലെ തന്നെ നേഴ്സിംഗ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ്, പിന്നെ അതുപോലെ തന്നെ സ്കൂൾ സ്റ്റുഡൻസ്, അപ്പോൾ ഇവർക്കൊക്കെ ബോൺസ് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ അപ്പെൻഡിക്കുലർ സ്കെലറ്റൽ സിസ്റ്റമാണ് ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. അങ്ങനെ വളരെ ഗഹനമായിട്ട് പഠിപ്പിക്കുന്നില്ല, ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്. ഇപ്പം എങ്ങനെ നമുക്ക് ഇതിലെ ബോൺസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അത് മാത്രം ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തി പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സ്കെലറ്റൽ സിസ്റ്റം രണ്ടായിട്ടാണ് തിരിച്ചേക്കുന്നത്. ഒന്ന് ആക്സിയൽ സ്കെലറ്റൽ സിസ്റ്റം, രണ്ടാമത്തേത് അപ്പെൻഡിക്കുലർ സ്കെലറ്റൽ സിസ്റ്റം. മൊത്തം നമ്മുടെ ശരീരത്തിൽ 206 ബോൺസ് ഉണ്ട്. അതിൽ തന്നെ 80 ബോൺസ് ആക്സിയൽ സ്കെലറ്റൽ സിസ്റ്റവും 126 ബോൺസ് അഥവാ 126 എല്ലുകൾ അപ്പെൻഡിക്കുലർ സ്കെലറ്റൽ സിസ്റ്റമാണ്. അപ്പോൾ ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ബോൺസ് എല്ലാം അപ്പെൻഡിക്കുലർ സ്കെലറ്റൽ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ജസ്റ്റ് പരിചയപ്പെടാം. ഇതിലങ്ങനെ ഈ ബോൺസിൻ്റെ പാർട്സ് ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ഇതെങ്ങനെയൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ക്ലാവിക്കിൾ പരിചയപ്പെടാം. ഈ എസ് ഷേപ്പിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഈ എസ് ഷേപ്പിൽ കാണുന്ന ഇതിൻ്റെ പേരാണ് ക്ലാവിക്കിൾ അഥവാ ബ്യൂട്ടി ബോൺസ് എന്നും ഇതിന് പറയാറുണ്ട് കേട്ടോ. ഇതാണ് ബ്യൂട്ടി ബോൺ അഥവാ ക്ലാവിക്കിൾ. അത്യാവശ്യം നല്ലോണം മെലിഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക് ഈ തോളിനോട് ചേർന്ന് നെഞ്ചിൻ്റെ മേലെയായിട്ട് ഒരു എല്ല് കാണില്ലേ, അതാണ് ക്ലാവിക്കിൾ അഥവാ ബ്യൂട്ടി ബോൺസ്. അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓരോന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മൾ ആദ്യം പഠിക്കുന്ന അപ്പെൻഡിക്കുലർ സ്കെലറ്റൽ സിസ്റ്റത്തിലെ ബോൺസ്. ഇതാണ് ക്ലാവിക്കിൾ. യു ക്യാൻ സീ ഇറ്റ്സ് എസ് ഷേപ്ഡ് ബോൺ. ഒരു എസ് ഷേപ്പിലാണ് ഇതിലുള്ളത്. ഇത് ലെഫ്റ്റ് സൈഡിലൊന്നുണ്ട്, റൈറ്റ് സൈഡിലും ഒന്നുണ്ട്. അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത ബോൺസ് നമ്മളൊക്കെ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ സ്കാപ്പില നോക്കാം. ഈ സ്കാപ്പില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഷോൾഡറിനോട് ചേർന്നുള്ളൊരു ബോണാണ് സ്കാപ്പില. അപ്പം സ്കാപ്പിലയാണ് അടുത്തത്. ഇതൊരു ഫ്ലാറ്റ് ബോണാണ്. അപ്പെൻഡിക്കുലർ സ്കെലറ്റൽ സിസ്റ്റത്തിൽ തന്നെ ഒരു ഫ്ലാറ്റ് ബോണാണ് സ്കാപ്പുല. നെക്സ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് ഹ്യൂമറസ്. ഇതാണ് ഹ്യൂമറസ്. അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ, ഷോൾഡറിന് തൊട്ട് താഴെ കയ്യിലാണിതുള്ളത്. അപ്പം ഇതാണ് ഹ്യൂമറസ്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് അൾന ആൻഡ് റേഡിയസ്. അപ്പോൾ ഈ അൾന ആൻഡ് റേഡിയസ് നമുക്ക് എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കയ്യിൽ തന്നെയാണുള്ളത്. നമ്മുടെ കൈമുട്ടിന് താഴെയാണ് അൾനയും റേഡിയസും ഉള്ളത്. അപ്പോൾ റേഡിയസ് നമ്മളുടെ ദേഹത്തിനോട് ചേർന്ന് നിൽക്കുന്ന സൈഡിലും അൾന ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലുമാണുള്ളത്. അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ലെങ്ത് നമ്മൾ നോക്കുക. ലെങ്ത് നോക്കുമ്പം അൾനയാണ് നീളം കൂടുതൽ. അൾന, ഈ ബോണാണ് അൾന, ഇത് റേഡിയസ്. ഇതിന് നീളക്കുറവാണ്, അൾനയാണ് നീളക്കൂടുതൽ. നമുക്കിതിങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് നമ്മുടെ വിരലുകൾ. ഇതിൽ നമുക്കറിയാമല്ലോ, റിസ്പോൺസ് അഥവാ കാർപ്പൽസ് ഉണ്ട്, പിന്നെ മെറ്റാ കാർപ്പൽസ്, പിന്നെ ഫാലഞ്ചസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് അറിയാൻ പറ്റും റിസ്പോൺസ് അഥവാ കാർപ്പൽസ്, മെറ്റാ കാർപ്പൽസ്, അതുപോലെ തന്നെ ഫാലഞ്ചസും ഉണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഹിപ്പ് ബോൺ നോക്കാം. അപ്പം നമുക്കറിയാം, ഹിപ്പ് ബോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ബോൺസ് ഫ്യൂസ് ചെയ്താണ് നമുക്ക് ഈ ഹിപ്പ് ബോൺ ഫോം ചെയ്യുന്നത്. ഇത് ഒരു ഫ്ലാറ്റ് ബോണാണ്. നമ്മൾ മുന്നേ ഒരു സ്കാപ്പുല പറഞ്ഞല്ലോ, തോളോട് ചേർന്നുള്ളത്. അപ്പോൾ അതും ഈ ഹിപ്പ് ബോണും ഫ്ലാറ്റ് ബോൺസാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടോ, ഇത് ഒന്നാമത്തെ കുറച്ച് വലുപ്പം കൂടുതലുമാണ്. അതുപോലെ ഇവിടെ ഒരു ഹോൾ മാതിരിയൊക്കെ ഉണ്ട്.
അപ്പം കുട്ടികൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് സ്കാപ്പുല. ഇത് സ്കാപ്പുല തോളോട് ചേർന്നിട്ടുള്ളത്. യു ക്യാൻ സീ ലൈക്ക് ദിസ്. ഇതാണ് നമ്മുടെ പെൽവിക് ബോൺ അഥവാ ഹിപ്പ് ബോൺ. ഇത് 3 ബോൺസ് ഫ്യൂസ് ചെയ്തുണ്ടാവുന്നതാണ്. അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിലും ഒന്നുണ്ട്, റൈറ്റ് സൈഡിലും ഒന്നുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ലോങ്ങസ്റ്റ് ബോൺ. അതേതാണ്? നമ്മുടെ ഫീമർ അഥവാ തൈ ബോൺസ്. സോ ഫീമർ അഥവാ തൈ ബോൺസ് ആണ് അടുത്തത് നമ്മൾ നോക്കുന്നത്. സോ യു ക്യാൻ ഐഡൻറ്റിഫൈ ദിസ് തിങ്. ഇത് മറ്റു ബോൺസിനേക്കാളും വലിപ്പം കൂടുതലാണ്. അതുപോലെ ഇവിടെ ഒരു പ്രൊജക്ഷൻ ഉണ്ട് അല്ലേ? അപ്പം ഇത് ഒന്ന് ലെഫ്റ്റ് സൈഡിലും ഒന്ന് റൈറ്റ് സൈഡിലും ഉണ്ട്. പിന്നുള്ളത് നമ്മൾ നോക്കുന്നത് ടിബിയ ആൻഡ് ഫിബുല. നമ്മുടെ കാൽമുട്ടിന് താഴെയുള്ളതാണ് ടിബിയ ആൻഡ് ഫിബുല. അപ്പം ടിബിയയും ഫിബുലയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിമിലാരിറ്റി ഉണ്ട്. രണ്ടും ഏകദേശം ഒരേ ലെങ്താണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം? അതിൽ ടിബിയ കുറച്ചും കൂടെ വലിപ്പം കൂടുതലുള്ള ഒരു എല്ലാണ്. ഇതാണ് ടിബിയ, ഇതാണ് ഫിബുല. ഗോട്ട് ഇറ്റ്? സോ ഈ ചെറുതാണ് ഫിബുല, ഇത് ടിബിയ. ടിബിയ ആൻഡ് ഫിബുല. ഗോട്ട് ഇറ്റ്? സോ ഐ തിങ്ക് പിന്നെ ഈ പിന്നെ ഇത് നമ്മുടെ നീ ജോയിൻറ്റിലുള്ള പാറ്റലയെ പറ്റി നിങ്ങൾക്കറിയാം. പാറ്റലയാണ് നമ്മുടെ ദേഹത്തിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് സെസമോയിഡ് ബോൺ. അപ്പം ഇത്രയേ ഉള്ളൂ.